ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ അവക്കാഡോ പ്ലാന്റിൽ എങ്ങനെയാണ് അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്യുക എന്നതിനെക്കുറിച്ചാണ്. ഇതിനായി നമ്മൾ വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് പഞ്ചായത്തിലുള്ള ഉഷ നഴ്സറിയിലാണ്. 1957 സ്റ്റാർട്ട് ചെയ്ത വളരെ പഴയൊരു നഴ്സറിയാണിത്. ഞാൻ ഇവിടെ കണ്ടൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ കയ്യിലുള്ള മദർ പ്ലാന്റുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തൈകൾ മാത്രമാണ് ഇവർ ഇവിടെ സെയിൽ ചെയ്യുന്നത്. 7.5 ഏക്കേഴ്സിൽ സ്ഥിതി ചെയ്യുന്ന ഈ നഴ്സറി കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇവിടെ കാണുന്ന ചെറുതും വലുതുമായുള്ള മരങ്ങളെല്ലാം ഇവരുടെ മദർ പ്ലാന്റ്സ് ആണ്. ഒരുപാട് പഴക്കം ചെന്ന നഴ്സറി ആയതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിലുള്ള മിക്ക മദർ പ്ലാന്റുകളും 50-60 വർഷം പഴക്കം ചെന്നവയാണ്. ഇതാണ് ഇവരുടെ അവക്കാഡോ മരത്തിൻ്റെ മദർ പ്ലാന്റ്. 40 വർഷത്തിന് മുകളിൽ പ്രായമുള്ള ഒരു പ്ലാന്റാണിത്. ഒരിക്കൽ ഈ മരം ചെരിഞ്ഞ് ഒരു സൈഡിലേക്ക് വീണതാണ്. സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കുന്ന ഈ ഒരു കൊമ്പിൽ നിന്നാണ് അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് ഇവർ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ കായ്ക്കും എന്നതാണ് അപ്രോച്ച് ഗ്രാഫ്റ്റിൻ്റെ പ്രത്യേകത. അവക്കാഡോ പ്ലാന്റിൽ ട്രോപ്പിക്കൽ വെറൈറ്റിയും സബ് ട്രോപ്പിക്കൽ വെറൈറ്റിയും ഉണ്ട്. ഇതിൽ ട്രോപ്പിക്കൽ വെറൈറ്റി മാത്രമേ നമ്മുടെ കാലാവസ്ഥയിൽ കായ് പിടിക്കുകയുള്ളൂ. ഇനി എങ്ങനെയാണ് അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിനായി ആദ്യം തന്നെ റൂട്ട് സ്റ്റോക്കും സയോണും മാച്ച് ചെയ്ത് നോക്കിയിട്ട് അത് മാർക്ക് ചെയ്യും. എന്നിട്ട് മാർക്ക് ചെയ്ത ഭാഗം ഈ വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കും. റൂട്ട് സ്റ്റോക്ക് കട്ട് ചെയ്തതുപോലെ തന്നെ സയണും ചെയ്യേണ്ടതുണ്ട്. ചെത്തിയെടുക്കുമ്പോൾ ഒരുപാട് ആഴത്തിൽ ചെത്തരുത്. സ്കിന്നും കുറച്ച് വുഡും പോരുന്ന രീതിയിൽ ചെത്തിയെടുത്താൽ മതി. അധികമായി കഴിഞ്ഞാൽ കൊമ്പ് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. സയോണിൻ്റെയും റൂട്ട് സ്റ്റോക്കിൻ്റെയും മുറിച്ച ഭാഗം ചേർത്ത് വെച്ച് ചണത്തിൻ്റെ നൂല് കൊണ്ടാണ് കെട്ടുന്നത്. ഇത് കെട്ടുമ്പോൾ നല്ല പോലെ ടൈറ്റ് ചെയ്ത് കെട്ടണം. ഇല്ലെങ്കിൽ റൂട്ട് സ്റ്റോക്കിനും സയോണിനും ഒട്ടിച്ചേരാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഈ ചണത്തിൻ്റെ നൂലിന് പകരം നിങ്ങൾക്ക് ഗ്രാഫ്റ്റിംഗ് ടേപ്പ് യൂസ് ചെയ്തിട്ടും ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗ്രാഫ്റ്റിങ്ങിൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. അപ്രോച്ച് ഗ്രാഫ്റ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും ഈ ഒരു ഭാഗത്താണ്. നമ്മൾ കട്ട് ചെയ്ത ഭാഗങ്ങൾ കറക്റ്റ് മാച്ച് ആയിട്ടില്ലെങ്കിലോ കെട്ടിയത് കറക്റ്റായിട്ടില്ലെങ്കിലോ ഗ്രാഫ്റ്റിംഗ് ഫെയിലാവും. ഇതിനുശേഷം ഇവർ ചെയ്യുന്നത് ഒരു ചകിരി നാര് കൊണ്ട് റൂട്ട് സ്റ്റോക്കിൻ്റെ കവറിനെ സയോൺ നിൽക്കുന്ന കമ്പുമായിട്ട് സപ്പോർട്ട് ചെയ്ത് കെട്ടി നിർത്തിയിരിക്കുകയാണ്. പിന്നെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, വാക്സിൽ ഡിപ്പ് ചെയ്ത ഒരു തുണിക്കഷ്ണമാണിത്. അതുകൊണ്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ഈ ഒരു ഭാഗം നല്ല രീതിയിൽ വെള്ളം കിടക്കാത്ത രൂപത്തിൽ ചുറ്റിയിരിക്കുകയാണ്. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഈ മുറിവിലേക്ക് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഇൻഫെക്ഷനായിട്ട് ഗ്രാഫ്റ്റിംഗ് ഫെയിലാവും. ഈ ഒരു രീതിയിൽ വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നത് എനിക്ക് പുതിയൊരു അനുഭവമായിരുന്നു. അപ്പോൾ നമ്മുടെ അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിൽ പലർക്കുമുള്ളൊരു പ്രശ്നമാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവക്കാഡോ മരം കായ്ക്കുന്നില്ല എന്നുള്ളത്. ഇതിൻ്റെ മെയിൻ കാരണം സബ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് മാർക്കറ്റിൽ നിന്നും നമുക്ക് കൂടുതലും കിട്ടുന്നത്. ഇതുപോലെ മദർ പ്ലാന്റുള്ള നഴ്സറികളിൽ നിന്നും തൈകൾ വാങ്ങുകയാണെങ്കിൽ അവക്കാഡോ പ്ലാന്റ്സ് കായ്ക്കാത്ത ഈ ഒരു ഇഷ്യൂ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇവരുടെ കയ്യിലുള്ള ഈ മദർ പ്ലാന്റ് നല്ല പോലെ കൊല കുത്തി കായ് പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഇപ്പോൾ ഈ പ്ലാന്റ് ഫ്ലവർ ചെയ്ത് കായ്ക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ മരത്തിലുണ്ടാകുന്ന ഫ്രൂട്ട്സ് എല്ലാം വിലക്കെട്ടി കൊടുക്കാറാണ് പതിവ്. ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിട്ട് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക.
ഗ്രാഫ്റ്റ് ചെയ്ത് 1.5 മാസങ്ങൾക്ക് ശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ റൂട്ട് സ്റ്റോക്കിനും സയോണിലും 25% മുറിവുണ്ടാക്കും. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ് അത് 50% ആക്കും. പിന്നെ റൂട്ട് സ്റ്റോക്കിൻ്റെ മുകളിലോട്ടുള്ള ഭാഗം പൂർണ്ണമായും മുറിച്ചു മാറ്റും. പിന്നെ ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ സയോണിൻ്റെ താഴ്ഭാഗം പൂർണ്ണമായും മുറിച്ചു മാറ്റി ഗ്രാഫ്റ്റ് ചെയ്ത ചെടിയെ മദർ പ്ലാന്റിൽ നിന്നും ഫ്രീ ആക്കും. ഇത് റൂട്ട് സ്റ്റോക്കിൻ്റെ മുകൾ ഭാഗം മുറിച്ചു മാറ്റപ്പെട്ട ഒരു ചെടിയാണ്. സയോണിൻ്റെ അടിഭാഗവും മുറിച്ചിട്ടുണ്ട്. ഇനി അപ്രോച്ച് ഗ്രാഫ്റ്റിലെ അവസാനത്തെ പാർട്ട് നമുക്ക് കാണാം. അതിനായി സപ്പോർട്ട് ചെയ്യാൻ കെട്ടിയ കയറുകളെല്ലാം അഴിച്ചു മാറ്റുകയാണ് ആദ്യം. എന്നിട്ട് സയോണിൻ്റെ അടിഭാഗം പൂർണ്ണമായും മുറിച്ചു മാറ്റുകയാണ്. വളരെ ട്രഡീഷണലായ രീതിയിലാണ് ഇവർ ഇവിടെ ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നത്. ഈ ഒരു കസ്റ്റം മെയ്ഡ് നൈഫ് അല്ലാതെ വേറൊരു ടൂളും ഗ്രാഫ്റ്റിങ്ങിനായി ഇവർ ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ അപ്രോച്ച് ചെയ്ത ചെടിയെ മദർ പ്ലാന്റിൽ നിന്നും ഫ്രീ ആക്കിയിരിക്കുകയാണ്. ഈ ഒരു ചെടിയെ കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും ഷെയ്ഡിൽ വെച്ച ശേഷം റീപോർട്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നേരെ തറയിലോട്ടും നടാം. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ഈ മദർ പ്ലാന്റിൻ്റെ ഒരു ഭാഗത്ത് ഫ്ലവർ ചെയ്ത് കായകൾ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു നഴ്സറി വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ നമ്പർ ഇടുന്നുണ്ട്. കൈലാസ്നാഥ് എന്നാണ് ഇതിൻ്റെ ഓണറുടെ പേര്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.